ഇനി നമുക്ക് തേങ്ങയൊന്നും ചേർക്കാണ്ട് എന്നാൽ നല്ല കട്ടി ചാറോട് കൂടിയ ഒരു അടിപൊളി കടലക്കറി ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ രാവിലത്തേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി തന്നെ കടല കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിനി. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും കടല കുതിരാനായിട്ട് വെക്കണേ. ഒരു 200 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലെ 2 ഉള്ളിയും ഒരു തക്കാളിയും എരിവിന് ആവശ്യത്തിന്റെ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെന്നില്ലവർക്ക് ഉള്ളിന്റെ അളവ് കൂട്ടാം. പിന്നെ ഉള്ളിയൊന്നും നേർക്കാനായിട്ട് സമയം കളയണ്ടാട്ടാ. അത് കടലേന്റെ കൂടെ നല്ലപോലെ വന്നൊടഞ്ഞോളും. പൊടികളായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടുപ്പത്തേക്ക് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ മിക്സിന്റെ ഒരു ജാറിലേക്ക് 1/2 കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ നിറയെ ചിക്കൻ മസാലയും മുളക് പൊടിയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മളെ കടലക്കറിന്റെ മെയിൻ മസാല. ഇനി ഒരു നല്ല കട്ടിയിലെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മളെ ഈ മെയിൻ മസാല ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം അതുപോലെ ഇളക്കി അതിന്റെ പച്ചമണെല്ലാം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ കടല വന്തയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ഈ മെയിൻ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കടല ഇതുപോലെ മാറ്റി വെക്കണേ. നമുക്കിതൊന്ന് അരച്ചിട്ട് ഇതിൽ ചേർക്കാനുണ്ട്. അതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് അതും കൂടി നമുക്ക് ഇതാ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ച് എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഇതാ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് മറക്കല്ലേ. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാല് നമ്മളിതാ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറോട് കൂടിയാന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി ചാറാക്കാം. എനിക്ക് കുറച്ച് കുറുകിയ ടൈപ്പിലാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാനിതാ കുറച്ച് കുറുകിയ ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ടില്ലേ. ഇത് തണിയുന്നതിനനുസരിച്ച് കുറുകി വരും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ കമന്റ് അറിയിക്കാൻ വേണ്ടിട്ട് മറക്കല്ലേ.